ശശി ഗോപാലൻ നായരുടെ കഥയിൽ ജെ ജോസ് രാജ് തിരക്കഥാ സംവിധാനം നിർവഹിച്ച് പുറത്തെത്തുന്ന പുതിയ ചിത്രമാണ് അനന്തപുരം ഡയറീസ്. പുതുതാരങ്ങൾക്കൊപ്പം സ്ക്രീനിൽ നമ്മൾ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരു പഴയ നിര ആർട്ടിസ്റ്റുകൾ കൂടി ഒന്നിക്കുന്ന ചിത്രമാണ് അനന്തപുരം ഡയറീസ് എന്ന ഈ ചിത്രം. ചിത്രത്തെപ്പറ്റി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു കോളേജ് കോർട്ട് റൂം ഡ്രാമയായി പരിഗണിക്കാവുന്നതാണ്. അനന്തപുരം ഡയറീസ് എന്ന ഈ ചിത്രം മുന്നോട്ട് വെക്കുന്ന ഒരുപാട് സോഷ്യോ പൊളിറ്റിക്കൽ സിനാരിയോസ് ഉണ്ട്. അത് ഈ ഒരു കാലത്ത് കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒന്നായി തന്നെയാണ് എനിക്ക് തോന്നിയത്. നന്ദിനി എന്ന ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയാണ് സിനിമ കഥ പറയുന്നത്. പ്രായം ഒന്നിനും ഒരു തടസ്സമല്ലെന്നും എപ്പോഴും വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും സ്ത്രീകൾക്ക് തങ്ങൾക്ക് നഷ്ടമായ കാര്യം തിരിച്ചു പിടിക്കാമെന്നും അതിനുവേണ്ടി പരിശ്രമം മാത്രമാണ് തങ്ങൾ നടത്തേണ്ടത് എന്നൊരു ആശയം മുന്നോട്ട് പോകുന്നുണ്ട് ചിത്രം. അതുതന്നെയാണ് എനിക്ക് ഏറെക്കുറെ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ കലാലയത്തിലേക്ക് മൂന്നാമതും LLBക്കായി ചേരാൻ വരുന്ന ഒരു വിദ്യാർത്ഥിയുടെ റോളാണ് മീന കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇതോടനുബന്ധിച്ച് കലാലയത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളും ആ സംഭവത്തെ തുടർന്നുണ്ടാകുന്ന ചില ലീഗൽ പ്രശ്നങ്ങളും ഒക്കെ ചിത്രം ചർച്ച ചെയ്യുന്നുണ്ട്. കലാലയ രാഷ്ട്രീയവും കലാലയത്തിലെ ഡ്രഗ്സ് യൂസേജും അതോട് ചുറ്റിപ്പറ്റി വരുന്ന ഒരു പോക്സോ കേസും ഇതൊക്കെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നുണ്ട് ഈ ചിത്രത്തിൽ. പലപ്പോഴും പോക്സോ കേസുകൾ വളച്ചൊടിക്കപ്പെടാറുണ്ട്. അതിലേക്കൊന്നും അധികം ശ്രദ്ധ നമ്മൾ കൊടുത്തിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഫേക്ക് അലിഗേഷൻ മൂലം ഇപ്പോഴും ജയിലിൽ ഒരുപാട് പേര് ഈ ഒരു കുറ്റത്തിൻ്റെ പേരിൽ കിടക്കുന്നുമുണ്ട്. അത് ചിത്രത്തിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത് വളരെ മികച്ചതായി തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒറ്റ ചിത്രത്തിലൂടെ പറയാൻ അല്ലെങ്കിൽ പ്രേക്ഷകരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഡയറക്ടറോട് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായി എനിക്ക് തോന്നിയത് ട്രാൻസ് പൊളിറ്റിക്സ് ആണ്. അത് സിനിമയുടെ ഒരു ഭാഗത്ത് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേരൻറ്റിങ്ങിനെ കുറിച്ച്, ഒരു ബാഡ് പേരൻറ്റിങ് എങ്ങനെയാണ്, ഗുഡ് പേരൻറ്റിങ് എങ്ങനെ ആയിരിക്കണം, എങ്ങനെയൊക്കെയാണ് കുട്ടികളെ അത് അഫക്റ്റ് ചെയ്യുക, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ സിനിമയിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് നേരെയുള്ള ചൂഷണങ്ങൾ, അവരുടെ ഏർലി മാരേജ്, അവർക്കുണ്ടാക്കുന്ന നഷ്ടങ്ങൾ, അതിൽ നിന്നും എങ്ങനെ സർവൈവ് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ, ഇതൊക്കെ കൃത്യമായി തന്നെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചിത്രമാണ് അനന്തപുരം ഡയറീസ്. പഴയതും പുതിയതുമായ ഒരുപാട് ആർട്ടിസ്റ്റുകളെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അതിൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ പെട്ടെന്ന് കണ്ടപ്പോൾ മീനയുടെ ഉണ്ട്. അതല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടത് മനോജ് കെ ജയനാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു നർമ്മം കലർന്ന വേഷം കാണാൻ കഴിഞ്ഞത്. ഭയങ്കര രസമായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. റോഷനും തൻ്റെ റോള് വളരെ വൃത്തിയായി തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് അനുഭവപ്പെട്ടത്. റോഷൻ്റെ പേരായി ശിഖ എന്ന ഒരു ആർട്ടിസ്റ്റ് എത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഇതിൽ ഒരു മൈനർ ക്യാരക്ടർ പ്ലേ ചെയ്തിരിക്കുന്ന സഞ്ജന സജയൻ എന്നാണ് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മാല പാർവതി, ജാഫർ ഇടുക്കി, സുധീർ കരമന, സിദ്ധാർത്ഥ് ശിവ എന്നിങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു നിര ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ DOP കൈകാര്യം ചെയ്തിരിക്കുന്നത് സജിത്ത് പുരുഷനാണ്. പിന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് അപ്പു ഭട്ടതിരിയും ഷിജാസ് KM ചേർന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു കാസ്റ്റ് ആൻഡ് ക്രൂ ഒന്നിച്ചു ചേർന്ന ഒരു ചിത്രം തന്നെയാണ് അനന്തപുരം ഡയറീസ് എന്ന ഈ ചിത്രം കണ്ടവരാണ് നിങ്ങളെങ്കിൽ ഈ ചിത്രത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു ചിത്രമായി വീണ്ടും കാണാം.